അതികായനായ രാഷ്ട്രീയ നേതാവ് എന്നാണ് ജേക്കബ് എന്ന മഹത്തായ മനുഷ്യനെ വിശേഷിപ്പിക്കുന്നത്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ഇടപെടൽ, MLA മന്ത്രിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊതുപ്രവർത്തനം എന്ന ആ ഒരു ആസ്പെക്റ്റ് അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് സ്വാഭാവികമായിട്ട് എന്നിലേക്ക് വന്നിട്ടുണ്ട്. ആ പിതാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം അദ്ദേഹം എപ്പോഴും നിറവേറ്റിയിരുന്നു കുടുംബത്തിൽ എന്നത് ഒരു ഫാക്റ്റാണ്. എത്ര തിരക്കുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ ഇതൊക്കെ എന്നെ വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതെപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഞാൻ എപ്പോഴും മുമ്പോട്ട് പോകുമ്പോൾ അതെൻ്റെ മുന്നിലുണ്ട്. ഇപ്പോൾ പൊതുപ്രവർത്തനത്തിലേക്ക് വന്നിട്ട് നമുക്ക് വേറൊന്നിനും സമയമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. വി ആർ ചൂസിങ് ദിസ്. അപ്പം അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്ന ആളല്ല. ഞാൻ പേരുദോഷം കേൾപ്പിക്കുന്നുണ്ടോ എന്നാണ്. പേരുദോഷം ഞാൻ ഇതുവരെ അങ്ങനെ കേൾപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവാറില്ല. ഞാൻ യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അച്ഛൻ്റെ വേർപാടുണ്ടാവുന്നത്. ആ ഒരു അദൃശ്യമായ ഒരു വലിയ സാന്നിധ്യം എപ്പോഴും എനിക്കുണ്ട്. അതെനിക്ക് വലിയ കരുത്താണ്. അച്ഛൻ പെട്ടെന്ന് ഇല്ലാണ്ടാവുന്ന ഒരു സമയം, ആ ഒരു ഫസ്റ്റ് തോട്ട് എന്തായിരുന്നു? അച്ഛൻ ഇല്ല, ഇനി അങ്ങോട്ട് ഞാൻ ഒറ്റക്കാണ്. ഒരു ബ്ലാങ്ക് ഫീൽ ആണല്ലോ, നമുക്കൊരു പെട്ടെന്നൊരു ശൂന്യത അനുഭവപ്പെടുന്നതാണ്. നമസ്കാരം, സുറ വിത്ത് സൂര്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. ഉയരെ എന്ന സിനിമയിൽ പാർവതിയുടെ കഥാപാത്രം ടൊവിനോ തോമസിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അച്ഛനുണ്ടാക്കിയ ലെഗസിയിൽ ജീവിക്കുന്ന ഒരാളല്ലേ താങ്കളെന്ന്. തിരിച്ച് ചിരിച്ചുകൊണ്ട് ടൊവിനോ ഇങ്ങനെ മറുപടി പറഞ്ഞു, അച്ഛനൊരു ലെഗസി ഉണ്ടാക്കി ശരിയാണ്, പക്ഷേ ആ ലെഗസി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും ഒരു എനർജി വേണം, ഒരു സ്മാർട്ട് വർക്ക് വേണം. അതികായനായ രാഷ്ട്രീയ നേതാവിൻ്റെ സൗമ്യനായ കരുത്തുറ്റ മകൻ അനൂപ് ജേക്കബാണ് ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത്. നമസ്കാരം. 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 ഈ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ സൈക്കോളജി ഭയങ്കര വ്യത്യസ്തമാണ്. ചെറുപ്പത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം വലുതാവുമ്പോൾ അച്ഛനെ പോലെ ആവണം എന്നുള്ളതാണ്. അച്ഛനായിരിക്കും അവരുടെ ഏറ്റവും വലിയ റോൾ മോഡൽ. അച്ഛനിപ്പോൾ ഏത് ജോലി ചെയ്തോട്ടെ, ഡ്രൈവർ ആണെങ്കിൽ മകനും വലുതാവുമ്പോൾ അച്ഛനെ പോലെ ഒരു ഡ്രൈവർ ആവണം, പോലീസാണെങ്കിൽ മകനും അച്ഛനെ പോലെ വലുതാവുമ്പോൾ പോലീസ് ആവണം. ഇപ്പോൾ രാഷ്ട്രീയക്കാരനായ അച്ഛനെ കാണുമ്പോൾ ചെറുപ്പത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നോ എനിക്കും രാഷ്ട്രീയക്കാരനാവണം, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റൽ പൊളിറ്റീഷ്യൻ ആയിരുന്നു അനൂപ് ജേക്കബ്? പറഞ്ഞ പോലെ അച്ഛൻ, മാതാപിതാക്കൾ നമ്മളെ സ്വാധീനിക്കും വളരെയേറെ, പ്രത്യേകിച്ച് പിതാക്കന്മാര്. അപ്പം അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ ആയിരിക്കാം. എനിക്ക് അതിന് കറക്റ്റ് ആൻസർ പറയാൻ കഴിയുകയില്ല. കാരണം നമ്മൾ കാണുന്ന, ഓർമ്മ വെച്ച സമയം മുതൽ നമ്മൾ കാണുന്ന അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ രീതികൾ, അത് എല്ലാ മക്കളെയും എല്ലാ അർത്ഥത്തിലും അത് സ്വാധീനിക്കും. ആ ഒരു സ്വാധീനം എന്നിലേക്കും കടന്നു വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് അതൊരു, ഞാൻ കോളേജ് രാഷ്ട്രീയത്തിൽ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പ്രവർത്തനങ്ങളിലേക്ക് വന്നതാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം ആദ്യം തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അന്നത്തെ കോളേജിന്റെ പ്രീ ഡിഗ്രി ടൈമിലൊക്കെ കോളേജിന്റെ ഒരു ആവേശവും സ്വാഭാവികമായിട്ടും ആ സമയത്തുണ്ടായിരുന്നു. പിന്നീട് അത് കൂടുതൽ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഇൻവോൾവ് ആയി വരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ വന്നു. പിന്നീട് അതൊരു എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായി. പൊതുപ്രവർത്തനത്തിന്റെ ആ ഒരു ആത്മാർത്ഥതയും അതിൻ്റെ ഇടപെടലും, അത് ഫാദർ ഒരുപാട് ഇൻഫ്ലുവൻസ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ഇടപെടൽ കാര്യങ്ങൾ, അതൊരു വലിയൊരു മേഖലയാണല്ലോ. ഒരു എളുപ്പമായ ഒന്നല്ല. ഏതാ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത്, നമ്മുടെ MLA മന്ത്രിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പൊതുപ്രവർത്തനം എന്ന ആ ഒരു ആസ്പെക്റ്റ് അത് വളരെ ഡെഡിക്കേഷൻ വേണ്ട ഒരു മേഖലയാണ്. നമ്മൾ അത് ഓരോ മനുഷ്യനെയും മനസ്സിലാക്കി നീങ്ങാൻ കഴിയേണ്ട ഒരു ഫീൽഡാണത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചുമ്മാ വന്നങ്ങ് പോകാൻ കഴിയുന്നൊന്നല്ല. നമ്മളവിടെ നിൽക്കുമ്പോൾ 100% സിൻസിയറായി നിൽക്കാൻ കഴിയണം. ജനങ്ങളെ മനസ്സിലാക്കാൻ, മനുഷ്യരെ മനസ്സിലാക്കാൻ, നാടിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ഒക്കെ നീങ്ങാൻ കഴിയേണ്ട ഒന്ന് തന്നെയാണ്. ചുരുക്കം പറഞ്ഞാൽ വളരെ 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 ഡെഡിക്കേഷൻ വേണ്ട ഒരു ഫീൽഡ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം, അച്ഛൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതാണ്. അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് സ്വാഭാവികമായിട്ട് എന്നിലേക്ക് വന്നിട്ടുണ്ട്. ഒരു മകൻ എന്ന രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു അത്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ആണ് കൂടുതൽ? അച്ഛൻ ഒരു ഫാദർ എന്ന നിലയിൽ ഇത് രണ്ടും ഒരുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് വരും. ഇപ്പോൾ അച്ഛൻ്റെ ഒരു പിതാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ എപ്പോഴും അദ്ദേഹം ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചിരുന്ന ഒരാളാണ്. എത്ര തിരക്കുകളുടെ ഇടയിലും ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്, ഒരു വിഷയമാണ്. ഇപ്പം നമുക്കൊരു ജോലിയുണ്ട്, ഒരു അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നു, പക്ഷെ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി അവരുടെ കുടുംബത്തോട് അല്ലെങ്കിൽ അവരുടെ മക്കളോടൊക്കെ എപ്പോഴും ഉണ്ടാകും. അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതെപ്പോഴും ആ പിതാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തം
അദ്ദേഹം എപ്പോഴും നിറവേറ്റിയിരുന്നു കുടുംബത്തിൽ എന്നത് ഒരു ഫാക്റ്റാണ്. എത്ര തിരക്കുകളാണെങ്കിലും എത്ര കാര്യങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ ഞങ്ങൾക്കായിട്ട് സിമ്പിളായി നമുക്കത് കുറച്ച് സമയം മാറ്റി വെക്കാം. ഒരു സ്പേസ് വേണമല്ലോ ഫാമിലിയിൽ. ആ സമയം അദ്ദേഹം എപ്പോഴും കണ്ടെത്തിയിരുന്നു ഞങ്ങൾക്കായിട്ട് മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ഒരു ചെറിയ യാത്ര പോകാനായിട്ടാണ്. അതൊന്നും വേണ്ട, ഒരു ആഴ്ചയിലൊരു കുറച്ച് സമയമെങ്കിലും ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ എപ്പോഴും അച്ഛൻ ശ്രമിച്ചിരുന്നു. ഒരു സിനിമയ്ക്ക് പോവുക, സിമ്പിളായിട്ട് പോകും, സിനിമയ്ക്ക് പോകാൻ നിർബന്ധമായിട്ടും ആഴ്ചയിലൊരിക്കൽ ഞങ്ങൾ സിനിമയ്ക്ക് കൊണ്ടുപോകും. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷകരമായ അനുഭവങ്ങളാണ്. അപ്പോൾ അത് അച്ഛന് ഞാൻ ഓർമ്മ വെക്കുന്ന സമയം മുതൽ അച്ഛൻ MLA ആണ്. അന്നു മുതൽ തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്കുള്ള യാത്രയാണ്. ആ തിരക്കുകളുടെ ഇടയിലുള്ള സമയമാണ്. എന്നെ ചില സമയത്ത് അദ്ദേഹം സമയമുള്ളപ്പോൾ എന്നെ പഠിപ്പിച്ചിട്ടുമുണ്ട്, നിരന്തരമായിട്ടല്ല. ഇടയ്ക്ക് എനിക്ക് ജോഗ്രഫി അങ്ങനെയുള്ള ചില സബ്ജക്ട്സ് ഒക്കെ ചില സമയത്ത് അച്ഛൻ എന്നെ പഠിപ്പിക്കാൻ ഒരുപാട് വട്ടം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും 2-3 ഇൻസ്റ്റൻസസ് എൻ്റെ മനസ്സിലുണ്ട്. ഇരുന്ന് പുസ്തകം എടുത്ത് അപ്പോൾ ഒരു ദിവസം പുള്ളി എന്നെ പഠിപ്പിക്കണം എന്ന് തന്നെ പറഞ്ഞു വന്നിരുന്ന് എന്നെ പഠിപ്പിച്ചൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാനന്ന് വളരെ നേരത്തെ കേട്ടോ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ഒരു ഓർമ്മ പങ്കുവെച്ചതാണ്. നമ്മൾ പൊതുവേ കേൾക്കുക രാഷ്ട്രീയ പ്രവർത്തകർക്ക് അവരുടെ വീട്ടിലിരിക്കാൻ സമയമില്ല എന്നാണല്ലോ. ഇപ്പോൾ അനൂപ് പറയുന്ന കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇങ്ങനെയും ഫാമിലിക്ക് വേണ്ടി അദ്ദേഹം സമയം മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ സിനിമകളിലായാലും പോലും ഫാമിലി വിട്ട് നാടിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആളുകളാണ് രാഷ്ട്രീയ പ്രവർത്തകർ. അപ്പോൾ അവരുടെ മക്കൾ തന്നെ പറയാറുണ്ട്, ഞങ്ങളുടെ ബാല്യമാണ് ആ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ത്യജിച്ചത് എന്നടക്കം പറയാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അച്ഛൻ സമയം നൽകിയെന്ന് പറയുന്നുണ്ട്. അച്ഛൻ മുടങ്ങാതെ സിനിമയ്ക്ക് കൊണ്ടുപോയി പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല നല്ല ഓർമ്മകളാണ് അച്ഛനെ കുറിച്ചിട്ടുണ്ടായത്. അതികായനായ അച്ഛൻ, അതികായനായ രാഷ്ട്രീയ നേതാവ് എന്നാണ് ജേക്കബ് എന്ന മഹത്തായ മനുഷ്യനെ വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിനോടൊപ്പം അനൂപ് ജേക്കബിനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പൊതുവേ നോക്കുമ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല, ശരിയാണ്. പക്ഷേ അച്ഛൻ്റെ പേര് ഒരു സദസ്സിലും ഒരിക്കലും ചീത്തപ്പേര് വരാത്ത രീതിയിൽ കാത്തു സൂക്ഷിച്ച ഒരു മകനാണ് അനൂപ് ജേക്കബ്. അങ്ങനെയാണോ? താരതമ്യം ചെയ്യരുത് എന്നുള്ളത് ഞാൻ തന്നെ പറയാറുള്ളതാണ്. ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓരോരുത്തർ അവരുടേതായ രീതിയിലാണല്ലോ പോകുന്നത്. അച്ഛൻ്റെതായ രീതിയിൽ പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങി മുമ്പോട്ട് പോയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അംഗീകാരവും അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ എപ്പോഴും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ MLA എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്കും ജനങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളത് അത് ഒരു വലിയ സന്തോഷവും ഒരു അംഗീകാരവുമായി തന്നെ കരുതുന്ന ആളും കൂടിയാണ് ഞാൻ. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ നോക്കി മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കീപ്പപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അച്ഛൻ ഇപ്പം നേരത്തെ പറഞ്ഞ അച്ഛനെ വെച്ചാണ് എന്നെ താരതമ്യം ചെയ്യാറുള്ളത്. അച്ഛനെ വെച്ചാണ് എപ്പോഴും താരതമ്യം. അപ്പോൾ ഞാൻ പറയാൻ അച്ഛനെ വെച്ച് എന്നെ താരതമ്യം ചെയ്തത്, ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെതായ നിലയിലുള്ള ഒരു പ്രവർത്തന മേഖലയിൽ പോകുന്ന ആളാണ്. പിന്നെ അച്ഛൻ്റെ ഇൻഫ്ലുവൻസ് എപ്പോഴും എന്നിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികൾ, അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ, ഇതൊക്കെ എന്നെ വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതെപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഞാൻ എപ്പോഴും മുമ്പോട്ട് പോകുമ്പോൾ അതെൻ്റെ മുന്നിലുണ്ട്. അച്ഛൻ എപ്പോഴും അതിനകത്ത് നമ്മളൊരു സക്സസിലേക്ക് ഒരു ഷോർട്ട് കട്ട്സ് ഇല്ല. അത് ഹാർഡ് വർക്കിലൂടെ പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഏത് മേഖലയാണ്, പൊതുപ്രവർത്തനത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് സമയം അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ടുണ്ടാവും. ഇപ്പോൾ പൊതുപ്രവർത്തനത്തിലേക്ക് വന്നിട്ട് നമുക്ക് വേറൊന്നിനും സമയമില്ല എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. വി ആർ ചൂസിങ് ദിസ്. നമ്മളിതിലേക്ക് കടന്നു വന്നവരാണ്. അങ്ങനെ വരുന്ന, അതിപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിവിധ ജനസഭകൾ പ്രാതിനിധ്യമുള്ളവരൊക്കെ പല രീതിയിലുണ്ടാകും. അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സമയമില്ല ഇതിനു വേണ്ടി എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. ഞങ്ങളത് ചൂസ് ചെയ്ത് വരുന്നവരാണ് പൊതുപ്രവർത്തന രംഗത്ത്. അതുകൊണ്ട് സമയം മാറ്റി വെച്ചേ പറ്റൂ. അപ്പം അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ യോജിക്കുന്ന ആളല്ല. ഇപ്പം ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന് അല്ലെങ്കിൽ പൊതുരംഗങ്ങളിലൂടെ നീങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെതായ സമയം എനിക്ക് ഇതിലേക്ക് നീക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ ഫാമിലി ടൈം, മറ്റു കാര്യങ്ങളും എല്ലാവർക്കും കുറയും. ഞാൻ അടക്കമുള്ള എല്ലാവർക്കും, ഈ മേഖലയിൽ വരുന്ന എല്ലാവർക്കും കുറയുന്ന സ്വാഭാവികമാണ്. അപ്പം അതിനെ സംബന്ധിച്ച് പിന്നെ നമ്മൾ പരാതിപ്പെടുന്നതിലൊന്നും അർത്ഥമൊന്നുമില്ല. നമ്മൾ എടുത്തൊരു ഭാഗമാണ്, അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പേരുദോഷം കേൾപ്പിക്കുന്നുണ്ടോ എന്നാണ്. പേരുദോഷം ഞാൻ ഇതുവരെ അങ്ങനെ കേൾപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാവാറില്ല. പിന്നെ അത് ഞാൻ അങ്ങനെ ഓരോരുത്തരുടെ രീതിയാണല്ലോ. ഇപ്പോൾ നമ്മളാരും മനഃപൂർവ്വം പേരുദോഷം വരുത്താനായിട്ട് നടക്കുന്നവരല്ലല്ലോ. ഇപ്പം ഞാൻ അച്ഛനെ സംബന്ധിച്ചാണെങ്കിലും അച്ഛനും വളരെ നന്നായി അദ്ദേഹം ആ ഒരു പൊതുരംഗങ്ങളിൽ നിന്ന ഒരാൾ തന്നെയാണ്. അത് തന്നെ തീർച്ചയായിട്ടും എനിക്കും അനുകരിച്ചല്ലെങ്കിൽ അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്നു എന്ന് വലിയൊരു ദൈവാനുഗ്രഹമായി കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്രയും നല്ല രീതിയിൽ രാഷ്ട്രീയം നയിച്ചൊരു വ്യക്തി പെട്ടെന്നൊരു ദിവസം
വിട പറയാണ്. അപ്പോൾ ആ സമയത്താണ് അനൂപ് എന്ന രാഷ്ട്രീയ നേതാവ് ചുവട് വെക്കുന്നത്. ആ സമയത്ത് ഒരു പ്രഷർ ഉണ്ടായിരുന്നോ? എല്ലാവരും കൂടി അച്ഛൻ മരിച്ചിരിക്കുകയാണ്, ആ സമയത്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്ന് ചുറ്റുമുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു പ്രഷർ ഉണ്ടായിരുന്നു? അത് ഞാൻ ഈ പൊതുപ്രവർത്തനം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കോളേജ് രാഷ്ട്രീയം മുതൽ സജീവമായിരുന്നു. ഞാൻ കോളേജിൽ മാഗസിൻ എഡിറ്റർ ആയിരുന്നു. KSCയിലൂടെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു. പിന്നെ KSCയുടെ പൊതുരംഗങ്ങളിൽ എൻ്റെ ജില്ലാ സംസ്ഥാന ലെവലിലും പിന്നെ യുവജന വിഭാഗങ്ങളൊക്കെ പ്രവർത്തിച്ച് വരുന്ന സമയമായിരുന്നു. ഞാൻ യൂത്ത് ഫ്രണ്ടിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് അച്ഛൻ്റെ വേർപാടുണ്ടാവുന്നത്. അത് ഈ പറഞ്ഞതുപോലെ വളരെ അപ്രതീക്ഷിതമായ ഒന്നാണ്. അച്ഛൻ നേരത്തെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം രോഗബാധിതനായിരുന്നു. വർഷങ്ങളോളം നീണ്ട ചികിത്സയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വളരെ ആക്റ്റീവായിരുന്നു. പെട്ടെന്നായിരുന്നു ആ മരണം ഉണ്ടായത്. അപ്പോൾ അതിനുശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന അവസരത്തിൽ ഞാൻ സ്ഥാനാർത്ഥിയായി വരുന്നു. സ്വാഭാവികമായിട്ടും ആ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആ സമയത്ത് വലിയ പ്രഷർ ഓട്ടോമാറ്റിക്കലി വരും. വലിയൊരു സമ്മർദ്ദം അക്കാര്യങ്ങളിലുണ്ടായിരുന്നു. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് കടന്നു വന്നപ്പോൾ. പക്ഷെ അതെല്ലാം എനിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. അത് അതിജീവിക്കാൻ കഴിഞ്ഞ് തീർച്ചയായിട്ടും അച്ഛൻ എന്നൊരു വലിയ വ്യക്തിയെ മുന്നിൽ കാണാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പ്രവർത്തിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു സാന്നിധ്യം എപ്പോഴും എൻ്റെ പ്രവർത്തനത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. അത് ഇന്നും ഇപ്പോഴും ഉണ്ട് എനിക്ക്. ഞാൻ എപ്പോഴും ഓരോ കാര്യങ്ങളിലേക്ക് നീങ്ങുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യം എന്നിലുണ്ട് എന്ന് ഞാൻ കരുതുന്ന ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ പ്രവർത്തന രീതികളിലേക്കും വരുമ്പോഴും പൊതുരംഗങ്ങളിലേക്കും ഔദ്യോഗിക കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കുമ്പോൾ ആ ഒരു അദൃശ്യമായ ഒരു വലിയ സാന്നിധ്യം എപ്പോഴും എനിക്കുണ്ട്. അതെനിക്ക് വലിയ കരുത്താണ്. അപ്പോൾ ആ സമയങ്ങളിൽ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. പക്ഷെ സമ്മർദ്ദങ്ങൾ എനിക്ക് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മകൻ എന്ന നിലയിൽ തനിക്ക് തണലേകിയ ഒരാളാണ് അച്ഛൻ. ഒരു വലിയ വൃക്ഷമായിരുന്നു. അച്ഛൻ പെട്ടെന്ന് ഇല്ലാണ്ടാവുന്ന ഒരു സമയം എല്ലാവർക്കും, അദ്ദേഹത്തെ ചുറ്റും നിന്ന രാഷ്ട്രീയക്കാർക്ക് എല്ലാവർക്കും വലിയ രീതിയിൽ വേദന ഉണ്ടാവാം. അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് വലിയ രീതിയിൽ വേദന ഉണ്ടാവാം. പക്ഷേ ഏറ്റവും കൂടുതൽ വേദന മകനായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് തോട്ട് എന്തായിരുന്നു? അച്ഛൻ ഇല്ല, ഇനി അങ്ങോട്ട് ഞാൻ ഒറ്റക്കാണ്, ഇനിയുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഞാൻ ഒറ്റയ്ക്ക് നോക്കണം എന്നുള്ള ആ ഒരു ചിന്തിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടാവുമല്ലോ. ആ ഒരു മൊമെൻറ്റിൽ അനൂപ് ജേക്കബിൻ്റെ മനസ്സിൽ വന്ന ആദ്യ തോട്ട് എന്തായിരുന്നു? ഒരു ബ്ലാങ്ക് ഫീൽ ആണല്ലോ. നമുക്കൊരു പെട്ടെന്നൊരു ശൂന്യത അനുഭവപ്പെടുന്നതാണല്ലോ. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിലും അമ്മയും സഹോദരിയും എൻ്റെ വൈഫ്, ഞങ്ങളുടെ കുടുംബം എല്ലാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ശൂന്യത പെട്ടെന്ന് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് അത് മാറിയത്. പിന്നെ ഒരു സ്വാഭാവികമാണല്ലോ. ഇപ്പം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ മാറ്റപ്പെട്ടു പോകുമ്പോൾ ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്ന അതേ ഒരു വികാരമാണ് എന്നെ സംബന്ധിച്ച് ആ സന്ദർഭത്തിൽ വന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ റിയാലിറ്റീസിനെ മനസ്സിലാക്കുകയാണല്ലോ. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി മുമ്പോട്ട് പോവുക എന്നുള്ളതാണല്ലോ ജീവിതം എന്ന് പറയുന്നത്. യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് എന്താണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എന്താണ് ലക്ഷ്യം വെക്കുന്നത്, അങ്ങനത്തെ തരത്തിലുള്ള അദ്ദേഹം വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ, അതിലൊക്കെ കൂടുതൽ ഇടപെടാനും അദ്ദേഹത്തിൻ്റെ ആ ഒരു പാത എടുത്ത് മുന്നോട്ട് പോകാനും ഒക്കെ കഴിയുക എന്നതും ആവശ്യമായ ഒന്ന് തന്നെയാണ്. അന്ന് ആ ഒരു സന്ദർഭത്തിലാണെങ്കിൽ അതൊരു ശൂന്യമായ ഒരു ഫീലാണ്. അതിപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയുന്ന ഒന്നല്ല അത്. ജേക്കബ് സാറ് മരിച്ചതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പ്, അദ്ദേഹത്തിനോടുള്ള സ്നേഹം നാട്ടുകാർക്ക് അത്രയുണ്ട്. ആ ഒരു സ്നേഹത്തിൻ്റെ പേരിൽ ജയിച്ചതാവാം അനൂപ് ജേക്കബ് എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അത് ആദ്യത്തെ ജയം. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് 2 തവണയും താങ്കൾ ജയിച്ചു. ഇപ്പം നമ്മൾ പിറവത്തിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇലക്ഷന് സമയം ആയതുകൊണ്ട് തന്നെ ആളുകളോട് വെറുതെ ചോദിക്കും, എങ്ങനെയുണ്ട് MLA, എങ്ങനെയുണ്ട്, മണ്ഡലത്തിലെ വികസനങ്ങൾ എങ്ങനെയുണ്ട് എന്ന്. എനിക്ക് തോന്നുന്നു മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ പോലും പറയുന്നത് വികസനത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷെ അനൂപ് ജേക്കബ് എന്ന മനുഷ്യൻ ഭയങ്കര അടിപൊളിയാണ്. അദ്ദേഹം വല്ല മരിപ്പോ വല്ല ബർത്ത്ഡേയോ എന്തുണ്ടായാലും പോലും നമ്മളുടെ ഇടയിലേക്ക് ഓടി വരും. അതാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമുക്ക് വേണ്ടതും. അതായത് നമ്മുടെ വീട്ടിലൊരാളെന്ന പോലെ അദ്ദേഹം എപ്പോഴും കൂടെ ഉണ്ടാവും. വികസനത്തിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം എന്നുള്ള രീതിയിലാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ പോലും സംസാരിക്കുന്നത്. അത് വലിയൊരു ക്വാളിറ്റിയാണ്. താങ്കൾക്ക് ഇത്രയും വർഷം കൊണ്ട് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ നേടാൻ പറ്റിയൊരു കാര്യമാണ്. അത് 2-3 ഭാഗങ്ങളായിട്ട് തിരിച്ച് സംസാരിക്കേണ്ടി വരും. ഒന്ന്, ജനപ്രതിനിധി നിലയിലുള്ള സാന്നിധ്യം, അത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ ഒരു മരണാവശ്യം അറിഞ്ഞാൽ നിർബന്ധമായിട്ട് നമ്മൾ ചെല്ലും. ഒരു പ്രശ്നം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ നമ്മൾ ചെല്ലും. ഒരു വിവാഹത്തിന് ക്ഷണമുണ്ടെങ്കിൽ നമ്മളതിൽ പങ്കെടുക്കും. അത് പൊതുപ്രവർത്തനം ആരാണേലും പങ്കെടുക്കും. ഇപ്പോൾ ഒരു കല്യാണം ക്ഷണിച്ചാൽ പോകാതിരിക്കും, ഇല്ലെങ്കിൽ പിന്നീടാണെങ്കിലും ചെല്ലും, നമ്മൾ അറിയിക്കും. അത് മനുഷ്യനല്ലേ, മനുഷ്യർ അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ലൈഫാണ് നമുക്കുള്ളത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ചിലർ പറയും MLA അവിടെ മാത്രമേ, മരണ വീടുകളിൽ മാത്രമേ MLA കാണത്തുള്ളൂ. അതൊക്കെ ചുമ്മാ രാഷ്ട്രീയ വിമർശനമായിട്ട് ഞാൻ കാണാറുള്ളൂ. പറയുന്നവർക്കും അറിയാം അത് വിമർശനമാണെന്നുള്ളത്. കാരണം വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുന്ന ഭാഗങ്ങളാണ്.
അത് ഒരു എല്ലാവരും ചെയ്യുന്നൊരു ഭാഗമാണ്. പിന്നെ ഒരു MLA അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ അത് കൂടുതൽ ശ്രദ്ധിക്കും. പല സ്ഥലങ്ങളിലും പോകേണ്ടതായിട്ട് വരും. ഒരു വിവരം അറിയുമ്പോൾ അവിടെ ചെല്ലും. ഒരു മനുഷ്യന്റെ പ്രയാസത്തിലും ആ മനുഷ്യന്റെ സന്തോഷത്തിലും ഒക്കെ പങ്കെടുക്കുക ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു സാമൂഹ്യ പശ്ചാത്തലവും അത് തന്നെയാണല്ലോ കേരളത്തിൽ. അതനുസരിച്ച് നമ്മൾ പങ്കെടുക്കുന്നതിനകത്ത് അതിനെ വേറെ രീതിയിൽ അതിനെ കാണേണ്ടതോ വീക്ഷിക്കേണ്ടതോ ആവശ്യമില്ല. അതെല്ലാം മനുഷ്യനും ചെയ്യുന്ന ഒന്നാണ്, എല്ലാ പൊതുപ്രവർത്തകരും ചെയ്യുന്നതാണ്. പൊതുപ്രവർത്തകർ അല്ലാത്ത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആരാണെങ്കിലും നമ്മൾ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ച് നമ്മൾ ചെല്ലത്തില്ല, നാച്ചുറലാണ്, നമ്മൾ ചെയ്യും. ആ ഒരു കുടുംബത്തിന്റെ ഒരു വ്യക്തിയുടെ ദുഃഖത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുക, അതൊരു മാനുഷികതയുടെ ഭാഗമാണ്. അത് മനസ്സിലാക്കണം. ഈ വിമർശിക്കുന്നവരത് അറിയാം എങ്കിൽ പോലും അവരതങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയോ അല്ലാതെയോ സംസാരിക്കുന്നത്. ഞാൻ അതിന് ആ രീതിയിൽ എടുക്കാറുള്ളൂ. രണ്ട്, ഡെവലപ്മെന്റ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിങ്ങൾ യാത്ര ചെയ്തോളൂ, 99% റോഡുകളും എൻ്റെ പിറവ നിയോജകമണ്ഡലത്തിൽ സഞ്ചാരയോഗ്യമാക്കി ഇടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 99% ഓഫ് ദ റോഡ്സ്, പ്രത്യേകിച്ച് PWD റോഡ്സ്. പിന്നീട് ഇപ്പോൾ ഗ്രാമീണ റോഡുകൾ, പഞ്ചായത്ത് റോഡുകളാണെങ്കിൽ ഞാൻ മാക്സിമം ഫണ്ട് അതിലേക്ക് യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഒരു 80% പഞ്ചായത്ത് റോഡുകൾ നവീകരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ സാധിക്കുന്നു പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന മിനിമം റിസോഴ്സുകളിൽ നിന്നാണ്. ഒരു പ്രതിപക്ഷ MLA എന്ന നിലയിൽ പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഫണ്ടുകൾ വളരെ വളരെ കുറവുണ്ട്. അത് നോക്കിയേ തരാറുള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണം എന്ന് പറഞ്ഞ് സർക്കാർ ഇപ്പോൾ ഫണ്ട് അനുവദിച്ചു. UDF MLA-മാർക്ക് ലഭിച്ചത് 2 കോടി മുതൽ പരമാവധി 5 കോടിക്ക് അകത്താണ്. എന്നാൽ ഭരണപക്ഷ MLA-മാർക്ക് അത് 5-ന് മുകളിൽ 10 കോടി രൂപ വരെ അവർക്ക് കൊടുത്ത ഒരുപാട് കേസസ് ഉണ്ട്. ഇപ്പം അങ്ങനെ എപ്പോഴും ഒരു വേർതിരിവ് കാണിക്കും. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ വളരെ കുറവാണ്. ആ കുറഞ്ഞ ഫണ്ടുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളിലേക്കും ഒരു നീതിയുക്തമായി അതിനെ നൽകി ഈ പറയുന്ന പല പ്രൊജക്ട്സും ചെയ്യുന്നു. റോഡ് പ്രൊജക്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം പാലങ്ങളാണെങ്കിലും പുതിയ കെട്ടിടങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഈ മിനിമലിസ്റ്റിക് കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ ഗവൺമെന്റ് സംബന്ധിച്ച് അവർക്ക് കിഫ്ബി പ്രൊജക്ട്സ് ആണ് അവരുടെ മെയിൻ ഫ്ലാഗ്ഷിപ്പ്. എല്ലാ വലിയ പദ്ധതികൾ കിഫ്ബി മുഖാന്തരം ചെയ്യുന്നത്. പക്ഷെ കിഫ്ബി പ്രൊജക്ട്സിലേക്ക് നമുക്ക് പുതിയ പദ്ധതികൾ നിർദ്ദേശിക്കാനുള്ള അവസരങ്ങൾ പോലും ഉണ്ടാവുന്നില്ല. രേഖാമൂലം തന്നെ ഗവൺമെന്റ് നൽകും. ഈ വർഷം MLA കിഫ്ബിയിലേക്ക് പുതിയ പദ്ധതികളൊന്നും തന്നെ നിർദ്ദേശിക്കേണ്ട. ഇത് ആവർത്തിച്ച് അവർ പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കിഫ്ബിയിലേക്ക് പുതിയ പദ്ധതികൾ കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ മെഗാ പ്രൊജക്ട്സ് പലപ്പോഴും നമുക്ക് ലഭിക്കാതെ പോകുന്നു. പിന്നെ നമുക്ക് ലഭിക്കുന്നത് പറഞ്ഞാൽ ബഡ്ജറ്റിൽ കിട്ടുന്ന കുറച്ച് തുകകളാണ്. അത് വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പം കിട്ടുന്ന ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നു, അതാണ് ഇപ്പോൾ ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യം അവിടെയാണ്. അങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ പല കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് ചെയ്ത് തീർത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇപ്പോൾ കുടിവെള്ള പ്രൊജക്ട്സ് ആണെങ്കിലും ഒക്കെ പരമാവധി കാര്യങ്ങൾ അതിലേക്ക് എത്തിക്കാൻ പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ, വാട്ടർ അതോറിറ്റിക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ പ്രാദേശിക കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതുവഴിയൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭവന പദ്ധതികൾ നിർമ്മാണത്തിലേക്ക് എടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. കാരണം ഭവനം ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം അങ്ങനെയുള്ള പദ്ധതികൾ നമുക്ക് പൂർത്തിയാക്കി എടുക്കാൻ കുറേ സ്കീംസ് വഴി, അത് വിവിധ സന്നദ്ധ സംഘടനകളുടെയും കൂടി സഹകരണത്തോടെ കുറേ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലുള്ള മറ്റ് അനുബന്ധമായ വികസന പദ്ധതികൾ, ഇപ്പോൾ ജലവിഭവ പദ്ധതികൾ കൂടുതൽ, അതായത് കുടിവെള്ള പദ്ധതികൾ കൂടുതൽ വിപുലീകരിക്കാൻ വേണ്ടി ജലജീവൻ മിഷന്റെ ഏറ്റവും വലിയ പ്രൊജക്ട് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഗവൺമെന്റ് കേരളത്തിലാകമാനം ഈ പദ്ധതി മന്ദീഭവിച്ചു പോയി. ഈ ജലജീവൻ മിഷൻ പ്രൊജക്ട് കേരളത്തിലാകമാനം അത് നിലച്ചുപോയൊരു സാഹചര്യം വന്നിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ സ്ലോ ഡൗൺ ചെയ്തു. 2025 ജലജീവൻ പദ്ധതി പൂർണ്ണമായും നടപ്പിലാക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇപ്പോൾ ഗവൺമെന്റ് തന്നെ പറയുന്നത് 2026-27 വരാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇയറിലായിരിക്കും ജലജീവൻ നടപ്പിലാക്കാൻ പോകുന്നത്. ഈ ജലജീവൻ നടപ്പിലാക്കുമ്പോൾ ഇപ്പം നമുക്ക് നിലവിലുള്ള എല്ലാ കുടിവെള്ള പദ്ധതികളും നമുക്ക് വിപുലീകരിക്കാൻ കഴിയും. വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ ഈവൺ ആക്കാൻ സാധിക്കും. കുറേ ഭാഗങ്ങളിൽ തീർത്തു, പക്ഷെ എന്തായാലും തുടങ്ങി വെച്ചു. ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റാഗ്നന്റ് ആയി ഗവൺമെന്റിന്റെ ഇഷ്യൂസ് കാരണം. എന്തായാലും വരുന്ന ഫിനാൻഷ്യൽ ഇയറിലേക്ക് പൂർത്തിയാക്കുമ്പോൾ കൂടുതൽ സുഗമമായ നിലയിൽ കുടിവെള്ളം നമുക്ക് ഇനി എത്തിക്കാൻ കഴിയും. ഇതെല്ലാം ഒരു മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. ഞാനത് എപ്പോഴും പറയുന്നൊരു ഭാഗമുണ്ട്, ഈ വികസനം എന്നുള്ളൊരു തുടർച്ചയാണ്. അതിനൊരിക്കലും ഫുൾ സ്റ്റോപ്പ് ഇല്ല. നമ്മൾ ഇന്ന് എടുക്കുന്ന നമ്മളൊരു പദ്ധതി പൂർത്തിയാക്കിയാൽ ആ പദ്ധതിക്ക് അടുത്തൊരു 5 കൊല്ലോ 10 കൊല്ലോ കഴിയുമ്പോൾ പുതിയ മേഖലകളിലേക്ക് നമ്മൾ തിരിഞ്ഞേ പറ്റൂ. ഇപ്പൊ സാധ്യതകൾ വരുന്നു. ഗ്രാമീണ ടൂറിസം നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ആരംഭിച്ചു. പക്ഷേ ഗ്രാമീണ ടൂറിസത്തിന് പുതിയ ഫേസ് വന്നിരിക്കുകയാണ്. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ പദ്ധതികൾക്കും അതിൻ്റെതായ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ വികസനം എന്നുള്ളൊരു തുടർച്ചയായ ഒരു സംഗതിയാണ്. അതിനൊരിക്കലും ഫുൾ സ്റ്റോപ്പിൽ കോമ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതനുസരിച്ച് ഓരോ കാലഘട്ടത്തിലും ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത് ടേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻസി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ MLA ആയിരുന്ന സന്ദർഭത്തിൽ ഇപ്പോഴും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നാളെ UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നതും കരുതുന്നതും. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പം ഇടപെടാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
പിറവത്തെ വികസനം തുടരണമെങ്കിൽ അനൂപ് ജേക്കബ് തുടരണ്ടേ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, വികസനം ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും, അത് കൊണ്ടുപോകുമ്പോൾ UDF ഒരു ഗവൺമെന്റിന്റെ സംവിധാനം വരുമ്പോൾ അതിന് കൂടുതൽ ആധികാരികമായി കൂടുതൽ വിപുലീകരിച്ച് നീങ്ങുവാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് സംശയമൊന്നുമില്ല. ഇപ്പം ഞാൻ പറയാൻ ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ട്. ഞാൻ പല വേദികളിലും പറഞ്ഞാണ്, ആവർത്തിക്കുന്നില്ല. പിറവത്ത് റോഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സിൻ്റെ ആവശ്യമുണ്ട്, ചില ബൈപ്പാസുകൾ അടിയന്തരമായി പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം എൻ്റെ നമ്പർ 1 ടോപ്പ് പ്രയോറിറ്റീസിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ തിരുവാങ്കുളത്ത് ഒരു ബൈപ്പാസിൻ്റെ ആവശ്യം പ്രധാനമായി നിൽക്കുന്നുണ്ട്. മുളന്തുരുത്തി, കൂത്താട്ടുളം പോലുള്ള ടൗണുകൾക്ക് റിംഗ് റോഡ് സൗകര്യങ്ങൾ വേണം. പിറവത്തിന് ഒരു സമാന്തര പാലം അനിവാര്യമാണ്. പിറവത്ത് പാസ് ഓഫ് ഒരു പാലമുണ്ട്, അതുവഴി ഗതാഗതവും സൗകര്യമാണ്. പക്ഷേ സമാന്തര പാലം എന്ന നിലയിൽ എക്സൈസ് കടവ് പാലം വെച്ച് ടൗണിൻ്റെ ഒരു വിപുലീകരണം അനിവാര്യമാണ്. അങ്ങനെയുള്ള ആശയങ്ങൾ ധാരാളം നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗവൺമെൻറ് ആരംഭം കുറിച്ച് വെച്ചത് ഇവരുടെ സർക്കാർ വന്നതിന് ശേഷം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്ന ഇലക്ട്രോണിക്സ് പാർക്ക്, ഒരു ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഡീഹൈഡ്രേഷൻ സെൻ്റർ ഉണ്ട് ഇലഞ്ഞി കേന്ദ്രീകരിച്ച്. അതിൻ്റെയൊക്കെ പൂർത്തീകരണമൊക്കെ ഞാൻ ലക്ഷ്യം വെക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളാണ്. മെട്രോ റെയിലിൻ്റെ സാധ്യതകൾ പിറവം കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് എത്തിക്കാൻ കഴിയുക. അങ്ങനെയുള്ള ഞാനതാ പറഞ്ഞത്, ഒരുപാട് ആശയങ്ങൾ നിൽക്കുന്നു, നടപ്പിലാക്കേണ്ടതാണ്. ചോറ്റാനിക്കര ടൗൺ ടെമ്പിൾ സിറ്റിയായിട്ട് UDF ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്, പ്രൊജക്റ്റ് നടപ്പിലാക്കിയതാണ്. പക്ഷേ മാറി വന്ന സർക്കാർ പിന്നീട് അതിൻ്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവാതെ വന്നത്. അങ്ങനെ വിവിധ വൈവിധ്യമാർന്ന ഒരുപാട് ആവശ്യങ്ങൾ. കാർഷിക മേഖല ഞാൻ ഏറ്റവും പ്രോമിനൻസ് കൊടുക്കുന്ന അവിടെയാണ്. പിറവം ഒരു കാർഷിക മേഖലയും കൂടി കേന്ദ്രീകൃതമായി നിൽക്കുന്ന ഒന്നാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യുവൻസി വളരെ വിപുലമാണ്. അതുപോലെ എറണാകുളം നഗരത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് ഈ ആരംഭിക്കുന്ന നിയോജകമണ്ഡലം കാർഷിക മേഖലയിലൂടെയാണ് പിന്നീട് കടന്നു പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കാർഷിക മേഖലയുടെ അഭിവൃദ്ധി, അതിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുക. ഇപ്പം നെൽകൃഷി വലിയ തോതിൽ ഉള്ള ഒരു പ്രദേശമാണ്. പച്ചക്കറി കൃഷികളുണ്ട്, ജാതി, റബ്ബർ, അങ്ങനെ വിവിധ തലങ്ങളിലുള്ള കാർഷിക മേഖല അതിന് കൂടുതൽ കൃത്യതയോടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഈ പാഡി ഫീൽഡ്സിൽ ഒരുപാട് ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ട്രില്ലർ പാസേജ് അല്ലെങ്കിൽ അവിടെയുള്ള നീർച്ചാലുകൾക്ക് ക്രമീകരിച്ചു കൊടുക്കുക അടക്കമുള്ള ഒരുപാട് പ്രൊജക്ട്സ് കാർഷിക മേഖല വിവിധ പാടശേഖരങ്ങളുടെ നവീകരണം ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇറിഗേഷൻ പ്രൊജക്ട്സ്, ഏറ്റവും കൂടുതൽ ഇറിഗേഷൻ നെറ്റ്വർക്കുള്ള ഒരു നിയോജകമണ്ഡലം പിറവമാണ്. പെരിയാർ വാലിയും മൂവാറ്റുപുഴ വാലിയും അടക്കമുള്ള 2 കനാലുകൾ വഴി കൂടുതൽ ജലസമൃദ്ധമാണ് നിയോജകമണ്ഡലം. അതനുസരിച്ച് കാർഷിക മേഖലയെ കൂടുതൽ കൃത്യതയോടെ ഞങ്ങൾക്ക് ടേക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും കൃഷിക്കാരെ നേരിടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അവരുടെ നെല്ല് ഉദാഹരണം പറഞ്ഞ നെൽകൃഷിക്കാരെ സംബന്ധിച്ച് സംഭരണം ഇപ്പോഴും അത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധി നെൽകർഷകരെ സംബന്ധിച്ചുണ്ടാകുന്നുണ്ട്. റബ്ബർ കർഷകർക്ക് അത്തരത്തിലുള്ള വിഷയങ്ങൾ നിൽക്കുന്നു. അടിസ്ഥാന വില വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതകളുണ്ട്. അപ്പം കാർഷിക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുക എന്നുള്ള സമീപനം എപ്പോഴും ഞാൻ സ്വീകരിക്കുന്ന ഒന്ന് തന്നെയാണ്. നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ വീട് കയറൽ അതൊരു രാഷ്ട്രീയക്കാരൻ്റെ കടമയായതുകൊണ്ട് മാത്രമാണോ, അതോ മനുഷ്യരെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ സന്തോഷം കിട്ടാറുണ്ടോ? ഞാനതാണ് സൂചിപ്പിച്ചത്. ഒരു വ്യക്തിയുടെ ഉണ്ടാവുന്ന ദുഃഖത്തിലും സന്തോഷത്തിലും ഒക്കെ നമ്മൾ പങ്കെടുക്കുക എന്നുള്ളത് അതൊരു നാച്ചുറൽ നമ്മൾ ചെയ്യുന്നവരാണ്. അതൊരു മാനുഷികതയുടെ ഭാഗമല്ലേ. ഇപ്പൊ MLA ആവണമെന്നുണ്ടോ ഒരു മരണ വീട്ടിൽ പോകാനല്ല, എല്ലാവരും പോവും. നമുക്കറിയുന്ന ഒരാൾ വേർപെട്ടാൽ നമ്മളവിടെ ചെല്ലത്തില്ലേ, ചെന്ന് കാണും. അപ്പൊ എന്നെ സംബന്ധിച്ച് ആ നിയോജകമണ്ഡലത്തിലുള്ള ഓരോ കുടുംബവും അറിയുന്ന കുടുംബങ്ങളാണ്. അവരുടെ ഒരു പ്രയാസം അറിഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലും. അത് ഒരു മാനുഷികതയുടെ ഭാഗമായി അതിനെ കണക്കാക്കുക എന്നുള്ളതാണ് ആവശ്യം. അതിനൊരു വിമർശനാത്മകമായി കൊണ്ടുവരുന്നതൊക്കെ ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഈ പറയുന്നവർക്കും അറിയാം, അത് പറയുന്നതിൻ്റെ പൊള്ളത്തരം പറയുന്നവർക്കും അറിയാം. പിന്നെ നമ്മുടെയൊക്കെ ഒരുപാട് ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് കടന്നു വരാറുണ്ട്. ഇപ്പം വിദ്യാഭ്യാസ സഹായം ആവശ്യപ്പെട്ട് വരുന്നവരുണ്ടാവാം, ചികിത്സാ സഹായം, വീടുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ പോകുന്നവർ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും ജപ്തി നേരിടുന്നവർ, അങ്ങനെ ഒരുപാട് പേര് കടന്നു വരാറുണ്ട്. ഞാൻ പിന്നെ അവരുടെ ഒന്നും എടുത്തു വെച്ചുകൊണ്ട് പറ്റുന്നവരെ സഹായിക്കാറുമുണ്ട് ഇവരെയൊക്കെ. എൻ്റെ അടുത്ത് ഒരാളൊരു ആവശ്യമായിട്ട് വന്നാൽ, ഇപ്പോൾ ചിലപ്പോൾ ചികിത്സാ സഹായമായിരിക്കാം, വിദ്യാഭ്യാസ സഹായമായിരിക്കാം, അതല്ല ഒരു ഭവന നിർമ്മാണത്തിൻ്റെ ആവശ്യകതയായിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് കേസുകൾ ഞാൻ എല്ലാ കേസിനും ഇടപെടാറുണ്ട്, കുറേയൊക്കെ ചെയ്തു കൊടുക്കാറുമുണ്ട്. എന്നാൽ എല്ലാം 100% ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നിൽ വരുന്ന ഒരു മനുഷ്യനെ പരമാവധി സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. കുറേ പേരെയൊക്കെ എല്ലാ അർത്ഥത്തിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനും കഴിയുന്നു എന്നൊരു ചാരിതാർത്ഥ്യം എന്നെ സംബന്ധിച്ചുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ അതൊന്നും എടുത്ത് പബ്ലിസിറ്റിക്കോ അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്തോ ഞാനത് ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ്. കാരണം അതിൻ്റെ അകത്ത് നമ്മുടെ അടുത്തൊരു ആവശ്യമായിട്ട് ഒരാൾ വരുന്നത്
ഇപ്പോൾ ഒരു ഉദാഹരണം ഒരു കുട്ടി ഒരു രക്ഷിതാവ് വന്ന് ഒരു ലാപ്ടോപ്പ് ഒരു എക്സാമ്പിൾ പറയാം, ഒരു അനുഭവമാണ് എൻ്റെ. ലാപ്ടോപ്പ് ചോദിച്ചു, ഞാൻ അതിന് ക്രമീകരിച്ച് കൊടുത്തു. അത് നാളെ ഒരു പബ്ലിസിറ്റി കൊടുക്കുന്നതെന്ന് പറയുന്നത് അതൊരു നീതീകരണമല്ല. ആ വ്യക്തിയുടെ നിസ്സഹായാവസ്ഥയാണ് നമ്മളോട് വന്ന് ഒരു ആവശ്യം പറയുന്നത്. ഒരു ചികിത്സാ സഹായമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സഹായമോ ഒരു മനുഷ്യൻ വന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ നിസ്സഹായാവസ്ഥയിലാണ് ആ വ്യക്തി എന്നെ വന്നോ അല്ലെങ്കിൽ എന്നെ പോലുള്ളവരെയൊക്കെ വന്ന് കാണുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ആ നിസ്സഹായാവസ്ഥ നമ്മൾ ചൂഷണം ചെയ്യാൻ പാടുള്ളൂ, ഒരിക്കലും പാടില്ല. അവർക്കും ഇല്ല ഒരു ആത്മാഭിമാനം. അപ്പം അവരുടെ പടം നമ്മൾ വെച്ചുകൊണ്ട് അതിന് പ്രചാരണം കൊടുക്കാന്നൊക്കെ പറയുന്നത് അതൊന്നും ശരിയായ ഒരു സമീപനമല്ല. ഞാൻ അങ്ങനെ എടുക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനൊന്നും ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഗുണകരമാവട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് മറ്റൊരു പബ്ലിസിറ്റി കൊടുത്തു പോകുന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യാറുമില്ല അത്.